പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രാപിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ രക്ഷയെ നിങ്ങൾ അലക്ഷ്യമാക്കി കളയരുത്. കർത്താവിന്റെ മനസ്സറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ കർത്താവിന്റെ മനസ്സറിയണം. മനസ്സറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം അറിയണം. കർത്താവ് തന്റെ ഹൃദയത്തിൽ എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുവാനായി നാം ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരണം. ഇതാണ് 11 അധ്യായങ്ങളും ആ രക്ഷയുടെ വഴിയാണ് നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നാം നോക്കുമ്പോൾ ദൈവസഭയോടുള്ള പ്രായോഗികമായ ഉപദേശങ്ങളാണ് തരുന്നത്. അപ്പോൾ അധ്യായം 12 മുതൽ 15 വരെ എന്ന് എഴുതിയിട്ട് അതിനിങ്ങനെ ഹെഡിങ് എഴുതുക: ദൈവസഭയോടുള്ള പ്രായോഗികമായ ഉപദേശങ്ങൾ. ദൈവസഭയോടുള്ള പ്രായോഗികമായ ഉപദേശങ്ങൾ 12 മുതൽ 15 വരെയുള്ള അധ്യായം. ദൈവസഭ എന്ന് പറയുമ്പോൾ ക്രിസ്തു തലയും ക്രിസ്തുവിന്റെ ശരീരം സഭയുമായിരിക്കുന്നു. ക്രിസ്തു തല, ക്രിസ്തുവിന്റെ ശരീരം സഭയായിരിക്കുന്നു. ആ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോ വിശ്വാസികളും. അപ്പോൾ ഈ ശരീരമാകിയ സഭ, നാം ഓരോരുത്തരുമാണ് കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങളായിരിക്കുമ്പോൾ നാം എല്ലാവരും ആരാണ്? കർത്താവിന്റെ സഭയാണ്. അപ്പം ആകിയ നമുക്ക് വേണ്ടി നാം ഇനി എപ്രകാരമായിരിക്കണം? 11 അധ്യായങ്ങൾക്കുള്ളിൽ നാം കടന്നു വന്ന് എവിടെ വന്ന് എത്തിയിരിക്കുന്നു? കർത്താവിന്റെ ശരീരമാകിയ സഭയിൽ കടന്നു വന്ന് നമ്മൾ ചേർന്നു. പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച് 3000 പേര് രക്ഷിക്കപ്പെട്ടു. അവർ സഭയോട് ചേർന്നു. സഭയോട് ചേർന്നു എന്ന് പറയുമ്പോൾ അവർ യേശുവിന്റെ ശരീരത്തോട് ചേർന്നു, അവയവമായി ചേർന്നു. അപ്പൊ നാം സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ദൈവത്തിന്റെ ദാസന്മാരായി, നീതിയുടെ ദാസന്മാരായി നമ്മൾ ആയിത്തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആരായി തീർന്നു? കർത്താവിന്റെ സഭയായി മാറി, ശരീരത്തിന്റെ അവയവങ്ങളായി മാറി. ഇനി നമ്മൾ 11 അധ്യായം കൊണ്ട് പഠിച്ച് നമ്മൾ കർത്താവിന്റെ ശരീരമാകിയ സഭയിലെ അവയവങ്ങളായി മാറിയ നാം ഓരോരുത്തരും പാലിക്കേണ്ട ഉപദേശങ്ങളുണ്ട്. സ്നാനപ്പെട്ടു, പെന്തക്കോസ്ത് സഭയിൽ പോയി, കർത്തൃമേശ ഭക്ഷിക്കുന്നു, കൈയടിക്കുന്നു, പാട്ടുപാടുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, കർത്താവ് വരുമ്പോൾ നമ്മൾ അങ്ങ് പോകും എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കരുത് നമ്മൾ അനുസരിക്കേണ്ടതും. നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ നമ്മളോട് പൗലോസ് സംസാരിക്കുകയാണ് ഈ 12 മുതലുള്ള അധ്യായത്തിനകത്ത്. അതിനൊരു ചെറിയ നോട്ടായിട്ട് എഴുതാം, ഞാൻ പറയുന്നത് എഴുതിക്കോളൂ. ഇസ്രായേലിന്റെ മേൽ ദൈവകോപം വന്നപ്പോൾ കരുണാപാത്രങ്ങളാകിയ നാം പ്രായോഗികമായി ദൈനംദിന ജീവിതത്തിൽ ഇസ്രായേലിന്റെ മേൽ ദൈവകോപം വന്നപ്പോൾ കരുണാപാത്രങ്ങളാകിയ നാം പ്രായോഗികമായി ദൈനംദിന ജീവിതത്തിൽ എപ്രകാരം ആയിരിക്കണമെന്ന് 12 മുതൽ 15 അധ്യായങ്ങൾ വരെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു.
1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ, അല്ലെങ്കിൽ 1 മുതൽ 11 അധ്യായം വരെ വിവരിച്ചിരിക്കുന്ന ആശ്ചര്യകരമായ രക്ഷയുടെ, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ വീണ്ടെടുപ്പിന്റെ സത്യങ്ങൾ അറിഞ്ഞിട്ടും യാതൊരുവിധ മാറ്റവുമില്ലാതെ അനുസരണക്കേടിൽ ജീവിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. അർത്ഥം, നിത്യത പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായങ്ങളിൽ കൂടി നമ്മളോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നത്, വിശ്വാസ മാർഗം സ്വീകരിച്ച് വിശ്വാസത്താലും യേശുക്രിസ്തുവിന്റെ രക്തത്താലും പാപമോചനം പ്രാപിച്ച സ്നാനത്താൽ ദൈവത്തിന്റെ നീതിയുടെ ദാസരായി മാറിയ നാം സ്വയം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക എന്നുള്ള സത്യമാണ്. ഈ 12-ാം അധ്യായത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തീയ ധർമ്മങ്ങൾ. ഇതിലെ പ്രധാന വിഷയം ക്രിസ്തീയ ധർമ്മങ്ങൾ. അത് 3ആയി വിഭജിച്ചിരിക്കുന്നു. ഒന്ന്, നാമും ദൈവവുമായുള്ള ബന്ധത്തിൽ പാലിക്കേണ്ട ധർമ്മങ്ങൾ. നാമും ദൈവവുമായുള്ള ബന്ധത്തിൽ. 2, നാമും മറ്റുള്ളവരുമായി, അല്ലെങ്കിൽ സഭയിലുള്ള മറ്റു വിശ്വാസികളുമായി, അവരുമായി പാലിക്കേണ്ട ധർമ്മങ്ങൾ.
മൂന്നാമത്തത്, ഞാൻ എന്നോട് തന്നെ പാലിക്കേണ്ട ക്രിസ്തീയ ധർമ്മങ്ങൾ. മൂന്ന് തരത്തിലുള്ള ആയിട്ടാണ് അത് വിഭജിച്ചിരിക്കുന്ന. മൂന്നും ലഭിച്ചല്ലോ. ഒന്ന്, നാമും സഭയായ ഞാനും തലയാകിയ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. രണ്ടാമത്, ഞാനും എന്റെ സഭയിലുള്ള അടുത്ത അവയവം. ശരീരത്തില് ഒത്തിരി അവയവങ്ങൾ ഉണ്ടല്ലോ, അവയവം അല്ലെങ്കിൽ സഭയിലെ അടുത്ത വിശ്വാസിയുമായുള്ള ബന്ധത്തിൽ. ഇതിൽ പുറമേ ഉള്ളവർ വരുന്നില്ല. മനസ്സിലായി? രക്ഷിക്കപ്പെടാത്തവർ ഇതിനകത്ത് വരുന്നില്ല. ഇതിൽ വരുന്നത്, ഒന്ന്, ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ പാലിക്കേണ്ട കാര്യങ്ങൾ. രണ്ട്, ഞാനും മറ്റു വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ. മൂന്നാമത്, ഞാൻ എന്നോട് തന്നെ, എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെയുള്ള ക്രിസ്തീയ ധർമ്മങ്ങളാണ് ഈ 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ സഭയോടാണ് പ്രബോധനം. പുറമേയുള്ള രക്ഷയുടെ അനുഭവത്തിൽ വരാത്തവരോടല്ല പ്രബോധിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി സഭയിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. സഭയിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. 3 types of people. അതില് ഒന്ന്, വയോധികർ. സഭയിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, വയോധികർ. സഭയിൽ വയോധികരായിട്ടുള്ളവരുണ്ട്. ഇവിടെ പറയുന്നത്, ഇവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അറിവ് നേടണം. കഴിഞ്ഞ കാലത്തിൽ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തിരി അനുഭവങ്ങൾ അവർക്കുണ്ട്. ആ അനുഭവങ്ങളെ ഇന്നുള്ള നാം അവരിൽ നിന്നും ആ അനുഭവങ്ങൾ കേട്ട് നമുക്ക് ആത്മീക വർധനവ് ഉണ്ടാക്കണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സഭയിലുള്ള വയോധികരായവരെ നാം അവഗണിക്കരുത്. അവർ വൃദ്ധരായി, അവർക്ക് അറിവില്ല, അവർക്കൊന്നും അറിയത്തില്ല, വന്ന് ആ മൂലയിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യരുത്? ഒതുക്കിക്കളയരുത്. എന്താ കാരണം? പൗലോസ് അപ്പോസ്തലന്റെ പഠനത്തിനകത്തു നിന്നും പറയുന്നത്, കഴിഞ്ഞ കാലത്തിൽ അവർക്ക് എന്തുണ്ട്? ജീവിത അനുഭവങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് അവർ രക്ഷിക്കപ്പെട്ടത് വന്നതും അവർ കടന്നു വന്ന പാതകളിലുള്ള വിശ്വാസ ജീവിതത്തിലുണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നമ്മളോട് പഠിപ്പിക്കാനും പറയാനുമുണ്ട്. അതിന് നമ്മൾ ചെവി കൊടുക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ, അവരാരാണ്? ഇന്നലത്തെ ദൈവത്തിന്റെ മഹത്വങ്ങളാണ്. ദ ഗ്ലോറി ഓഫ് ദ പാസ്റ്റ്. ഇന്ന് കഴിഞ്ഞ കാലത്തിലെ ദൈവത്തിന്റെ അല്ലെങ്കിൽ സഭയിലെ മഹത്വങ്ങളാണ് വയോധികർ. ദ ഗ്ലോറി ഓഫ് ദ പാസ്റ്റ്. രണ്ടാമത്തത്, യുവതലമുറ. യുവാക്കന്മാരും യുവതികളും. യുവാക്കന്മാരെയും യുവതികളെയും കുറിച്ച് പഠിച്ചാൽ അവർ കരുത്തുള്ളവരാണ്, അവർ ബലശാലികളാണ്. അവർക്ക് എന്ത് പ്രവർത്തിക്കാൻ മനസ്സുണ്ട്, കരുത്തുണ്ട്. സഭയ്ക്ക് വേണ്ടി കസേര അടുക്കണോ? അവരടുക്കും. കസേര ഇടണോ? കസേര ഇടും. ഒന്ന് വൃത്തിയാക്കണമോ? ഓടി നടന്ന് വൃത്തിയാക്കും. അപ്പോ ഇങ്ങനെയുള്ള യുവാക്കളും യുവതികളും അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹമുള്ളവരാക്കി തീർക്കണം. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് നാം ഒരു പിന്താങ്ങലായിട്ട് നിന്ന് അവരെ നമ്മൾ ഉത്സാഹമുള്ളവരാക്കി, ഒരു ആത്മീക വർധനവിന്, ആത്മീക കാര്യങ്ങൾക്ക് അവരെ മുൻപിൽ നിർത്തിക്കൊണ്ട് അവരിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുവാൻ നമ്മൾ അവരെ ഉത്സാഹമുള്ളവരാക്കി തീർക്കണം. അതുകൊണ്ട് യുവതലമുറയെ കുറിച്ച് പൗലോസ് പറയുന്നത്, അവരാരാണ്? ദ പവർ ഓഫ് ദ പ്രസന്റ്. ഇന്നത്തെ വർത്തമാന കാലത്തിലെ ശക്തികളാണ് യുവതലമുറകൾ. ആരാണ് യുവതലമുറകൾ? വർത്തമാന കാലത്തിലെ ശക്തികളാണ് യുവതലമുറകൾ. വയോധികരാരാണ്? കഴിഞ്ഞ കാലത്തിലെ, ഭൂതകാലത്തിലെ
മഹത്വങ്ങളാണ് വയോധികർ. യുവതലമുറ എന്ന് പറയുന്നത് വർത്തമാന കാലത്തിലെ ശക്തികളാണ്. അവരാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അടുത്തത് മൂന്നാമതായിട്ട് കൂട്ടം ശിശുക്കൾ. സഭയ്ക്കകത്തുള്ള 3 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ശിശുക്കൾ ഇവരാരാണ്? ഇവർ വളർന്നു വരുന്നതേ ഉള്ളൂ, കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരാരാണ്? ഭാവി കാലത്തെ സഭയുടെ തൂണുകളാണ്. എന്താണ്? ഇവർ വയോധികരിൽ നിന്ന് പഠിച്ചും യുവതലമുറകളുടെ പ്രവൃത്തികൾ കണ്ടും വളർന്നു വരുമ്പോൾ ഭാവി കാലത്ത് പ്രകാശിക്കപ്പെടേണ്ടവരാണ്. അവരെ കുറിച്ച് പൗലോസ് പറയുന്നത് ദ ഹോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ, അതായത് ഭാവി കാലത്തിന്റെ പ്രത്യാശകളാണ്, സഭയുടെ പ്രത്യാശകളാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ജനങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് സഭ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ക്രിസ്തീയ ധർമ്മത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടു ദൈവവും നാമും തമ്മിലുള്ള ബന്ധം. ക്രിസ്തീയ ധർമ്മം ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ആരാധനയുമായുള്ള ബന്ധം. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അതാണ് പൗലോസ് ആദ്യമായിട്ട് സഭയോട് പ്രബോധിപ്പിക്കുന്ന കാര്യം. നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടി വിശ്വാസ മാർഗത്തിലൂടെ ദൈവം ആരാണെന്നും ക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണെന്നും കണ്ടെത്തി നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ നീതി പ്രാപിച്ചു, വീണ്ടെടുപ്പ് നിങ്ങൾ പ്രാപിച്ചു, നിങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു, നിങ്ങൾ കരുണാപാത്രങ്ങളായി ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താനായി ദൈവം തെരഞ്ഞെടുത്ത പാത്രങ്ങളായി നിങ്ങൾ മാറി. ഇനി നിങ്ങളിൽ നിന്ന് ഉയരേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ആരാധന. ദൈവത്തിൽ നിന്ന് ആരാധന ഉയരണം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവിടെ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നീ ഫറവോന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ഫറവോനോട് പറയണം, എന്റെ ജനത്തെ എനിക്ക് ആരാധന കഴിപ്പാൻ വിട്ടയക്കാം. വായിച്ചിട്ടില്ലേ? ആരാധന കഴിപ്പാൻ വിട്ടയക്കാം. എന്തിനാണ് ഇസ്രായേൽ ജനത്തെ അടിമനുഖത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ മരുഭൂമിയിൽ കിടന്ന മോശയെ അയച്ചത്? ദൈവത്തിന് ആരാധന ചെലുത്താനാണ്, കഴിപ്പാനായിട്ടാണ്. ഒന്നാമത് അത് പറയുന്നത് ആരാധന കഴിപ്പാൻ. അടുത്ത 2-ാം പ്രാവശ്യം പറയുന്നത് മോശയോട്, എന്റെ ജനത്തെ എനിക്ക് യാഗം കഴിപ്പാനായി വിട്ടയക്ക എന്ന് ഫറവോനോട് പറയുക. രണ്ടാമത് പറയുന്നത് എന്താണ്? യാഗം കഴിക്കുക. ഒന്നാമത് ആരാധന കഴിക്കുക എന്ന് പറയുന്നു. രണ്ടാമത് പറഞ്ഞു വന്നപ്പോൾ എന്തായി? ആരാധന യാഗമായി മാറി. മൂന്നാമത് അവിടെ പറയുന്നത് എന്റെ ജനത്തെ എനിക്ക് ഉത്സവം ആചരിക്കാൻ വിട്ടയക്കാം. ആരാധന ഇപ്പോൾ എന്തായി മാറി? ഉത്സവമായി മാറി. അപ്പോ പുതിയ നിയമ വിശ്വാസികളാകിയ നമുക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താനായി കരുണാപാത്രങ്ങളായി വീണ്ടെടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിന് ആരാധന കഴിക്കാനായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ആ വാക്കുകൾ എടുത്തെടുത്ത് പറയുന്നത് നമ്മളുടെ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ആ ഒരു എന്താണ് പ്രാധാന്യത്വം നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് ഇടിച്ചു കയറും. എന്നാൽ മാത്രമേ ഈ പഠിച്ചത് കൊണ്ടൊരു പ്രയോജനമുള്ളൂ. അല്ലാതെ നമ്മൾ സ്കൂളിൽ സയൻസും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ച് പരീക്ഷ എഴുതി 100-ൽ 100 മാർക്ക് മേടിക്കുന്നത് പോലെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചത് കൊണ്ടൊന്നും ഈ പഠിത്തത്തിനകത്ത് പ്രയോജനമില്ല. അതെല്ലാം വേണം. അത് സിസ്റ്റമാറ്റിക്കായി ഒരു പഠനം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ എല്ലാത്തിലും ഉപരിയായി നാം ഈ റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ച് നമ്മൾ 16 അധ്യായം കഴിയുമ്പോൾ നമ്മൾ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താനായിട്ട് തെരഞ്ഞെടുത്തവരാണെന്നുള്ള ആ ശരിയായ ഒരു ബോധം നമ്മുടെ അകത്ത് കയറും.
എന്നാൽ മാത്രമേ ഈ 12 മുതൽ പഠിക്കുന്ന ഈ ഉപദേശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രാവർത്തികമാക്കുവാൻ കഴിയുകയുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ ഉപദേശം. ചാടിപ്പാസിന് വേണ്ടി മാത്രമല്ല, ഇനി പഠിപ്പിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല. ഇനിയിപ്പോ നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇത് എനിക്കില്ലെന്നല്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇത് അനുസരിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. എന്തിനാണ് ഈ 12 മുതൽ 15 അധ്യായവും ഇങ്ങനെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് പൗലോസ്? ഇസ്രായേലിന് വന്ന വീഴ്ച നമുക്ക് വരരുത്. ഇസ്രായേലിന് വന്ന വീഴ്ച വരരുത്. ന്യായപ്രമാണവും കക്ഷത്ത് വെച്ചിട്ട് ഇസ്രായേൽ നടന്നു, പ്രയോജനമില്ലാതെ പോയി. മാറി നിൽക്കടാന്ന് പറഞ്ഞു ദൈവം. എന്നിട്ട് നമ്മളെ പിടിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ഇനി നമ്മളും ഇതെല്ലാം പ്രാപിച്ചിട്ട് ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിൽ, അതായത് ഈ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നീതിയുടെ അങ്കി നാം പ്രാപിക്കണമെങ്കിൽ ഈ 12 മുതൽ 15 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്ന് വിടാതെ അനുസരിക്കണം. മനസ്സിലായോ? 11 അധ്യായം വന്നപ്പോഴത്തേക്ക് നമുക്ക് രക്ഷയുടെ വസ്ത്രം കിട്ടി. ഇനി നമുക്ക് വേണ്ടിയത് എന്താ? നീതിയുടെ അങ്കി. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, നീതിയുടെ അങ്കി. അപ്പൊ ഈ അങ്കി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? പ്രവൃത്തി, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ് സഭയുടെ അങ്കി. സഭയാ കാന്ത എന്ത് ചെയ്തിരിക്കുന്നു? സഭയാ കാന്ത ഒരുങ്ങി നിൽക്കുകയാണ് കുഞ്ഞാടിന്റെ കല്യാണത്തിന് മണവാട്ടിയായി. എന്തുകൊണ്ടാണ് അലങ്കരിക്കപ്പെട്ടത്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാൽ അവർ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ സഭ ആരാണ് മണവാട്ടി? ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളാണ് സഭ, സഭയാ മണവാട്ടി. അപ്പൊ നാം അലങ്കരിക്കപ്പെടേണ്ടത് നമ്മൾ പ്രവർത്തിക്കപ്പെടുന്ന നീതിയുടെ പ്രവർത്തികളാലാണ് ഈ നീതിയുടെ അങ്കി നമുക്ക് വരുന്നത്. കല്യാണ വസ്ത്രമില്ലാതെ ആർക്കും അങ്ങോട്ട് കുഞ്ഞാട്ടിന്റെ കല്യാണത്തിന് പ്രവേശിക്കാൻ പറ്റില്ല. അങ്കി വേണം. അങ്കി വേണമെങ്കിൽ നീതിയുടെ പ്രവർത്തികൾ നാം ചെയ്യണം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് വീട്ടിനകത്ത് ഇരുന്നാൽ കാര്യം നടക്കില്ല. പ്രവർത്തിക്കേണ്ട തലത്തിൽ നാം പ്രവർത്തിച്ചെങ്കിലേ പറ്റൂ. പ്രാർത്ഥിക്കേണ്ട ഇടത്തിൽ പ്രാർത്ഥിക്കണം, വചനം പറയേണ്ട ഇടത്തിൽ വചനം പറയണം, നന്മ ചെയ്യേണ്ടിടത്ത് നാം നന്മ ചെയ്യണം, പ്രവർത്തിക ചെയ്യേണ്ടിടത്ത് നാം സൽപ്രവർത്തിക ചെയ്യണം. ക്രമം കെട്ടവരെ നാം താങ്ങണം, തിന്മ ചെയ്യുന്നവർക്ക് ബുദ്ധി ഉപദേശിക്കണം, ആത്മാവിൽ നമ്മൾ നന്മ ചെയ്യണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. അപ്പൊ ഇതെല്ലാം പ്രവൃത്തി തലത്തിൽ വരുന്നതാണ്. ഈ പ്രവൃത്തി തലത്തിൽ വരുന്ന ഈ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ നീതി എന്ന അങ്കി നമുക്ക് പ്രാപിക്കാൻ കഴിയുകയും. അതിനാണ് ഈ അധ്യായങ്ങൾ പ്രാധാന്യമായിട്ടും പൗലോസ് എഴുതി റോമ സഭയ്ക്ക് അയക്കുന്നത്. നിങ്ങൾ പ്രവൃത്തിയിൽ വരണം. എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന് നിങ്ങൾ ആരാധന കഴിക്കണം. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് യാഗം കഴിക്കുന്നതാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഉത്സവം ആചരിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആരാധന എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് എന്താണ്? ഒരു ഉത്സവത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ? അല്ലേ? പക്ഷെ നമ്മളെന്നും എന്താണ് ചെയ്യുന്നത്? ആ കാര്യം സാധിച്ചില്ല, ഈ കാര്യം സാധിച്ചില്ല, അടുത്ത തലമുറയുടെ കാര്യമായില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും കണ്ണുനീരിന്റെ അനുഭവം മാത്രമേ ഉള്ളൂ. ദൈവസന്നിധി പോയിരിക്കുക, കുറെ കരയുക, തിരിച്ചു വരിക. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ യാഗമായി സമർപ്പിക്കണം. അവിടെ അങ്ങനെയല്ലേ പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഒന്നാമത്
പ്രബോധനം എന്ന് പറയുന്നത് നീയും ദൈവവുമായുള്ള ബന്ധത്തിൽ, ആരാധനയുടെ അനുഭവത്തിൽ നീ ക്രമീകരിക്കപ്പെടണം. പാസ്റ്റർ ചെയ്യുന്ന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ അഭിഷിക്തന്മാർ ചെയ്യുന്ന ശുശ്രൂഷയും കണ്ടു നിന്ന് വരാനുള്ളതല്ല നിന്റെ ആരാധന. മനസ്സിലായോ? നമ്മൾ ചർച്ചിൽ പോകുന്നു, അഭിഷിക്തൻ പറയും നമുക്ക് പാട്ട് പാടാം, കൊയർ പാട്ട് പാടുന്നു, നമ്മൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു? അത് കേൾക്കുന്നു. അറിയാവുന്ന പാട്ടാണെങ്കിൽ നമ്മൾ കൂടെ പാടും, അറിയാത്തതാണെങ്കിൽ നമ്മൾ കേട്ടു നിൽക്കും. അല്ലേ? അങ്ങനെയല്ലേ? ഒന്ന് തലയാട്ടി ഒന്ന് പ്രതികരിച്ചാൽ എനിക്ക് ഇച്ചിരി സന്തോഷമായിരിക്കും. സ്തോത്രം. അപ്പോൾ രണ്ടാമത് വചനം പറയുന്ന വചനം ഇച്ചിരി സംസ്കൃതവും ഇച്ചിരി പ്രാസവും ഇച്ചിരി എന്താണ് കാവ്യാത്മകരമായ രീതിയിൽ ഇച്ചിരി കട്ടിയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ പ്രസംഗത്തെ കൊഴുപ്പിക്കാൻ പറ്റിയ രീതിയിലാണെങ്കിൽ പാവം പിടിച്ച എന്നെ പോലുള്ളവർക്കൊന്നും മനസ്സിലാകത്തില്ല. നമുക്കൊക്കെ പച്ച മലയാളം പറഞ്ഞാലേ മനസ്സിലാവും. അല്ലേ ബ്രദറെ? സ്തോത്രം. അപ്പം നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ല ആരാധന. നമ്മൾ കൂട്ടായ്മയിൽ ആരാധിക്കുക, അല്ലെങ്കിൽ യാഗം കഴിക്കുക, ഉത്സവം ആചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടവരാണ്? നാം അതിലെ പ്രവർത്തിക്കപ്പെടണം. അപ്പോൾ അവിടെ പറയുന്നത് നമ്മൾ ദൈവവുമായി നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ആരാധനയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നത് കേട്ടു നിന്നുകൊണ്ടുള്ള ആരാധനയല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കണം. നാം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് നമ്മളിൽ നിന്ന് ആരാധന ഉയരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുപ്പിൻ. അപ്പൊ ആരാധന എന്ന് പറയുമ്പോൾ ഒന്നാമത് ഒരു യാഗം, ഒരു സമർപ്പണം. ഒന്നാമതായി നമ്മൾ ഈ വിഷയവുമായി ഈ വചനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അത് ഒരു വേദ പഠനം എന്നുള്ള രീതിയിൽ അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, ശരീരം ആരാധനയിൽ വലിയൊരു പങ്ക് കാണിക്കുന്നുണ്ട്. അവിടെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? യാഗമായി സമർപ്പിക്കണം. അവിടെ പറയുന്നത് അങ്ങനെയാണ്. എന്താ? ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. അപ്പൊ ശരീരത്തെ യാഗമായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിശുദ്ധ ജീവിതമാണ് അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. രക്ഷയുടെ അനുഭവത്തിൽ വന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഭയായി മാറി എല്ലാ അവയവങ്ങളായി മാറിയ നമ്മുടെ ശരീരത്തെ നാം എന്ത് ചെയ്യണം? വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കണം. അവിടെ പഴയ പാപം മർത്യ ശരീരത്തിൽ വാഴരുത് എന്നാണ് സ്നാനത്തിന് ശേഷമുള്ള ഉപദേശം. നമ്മൾ നോട്ട് എഴുതിയതാണ്. ആഫ്റ്റർ ബാപ്റ്റിസം, സ്നാനത്തിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കണം? പാപം മർത്യ ശരീരത്തിൽ വാഴരുത്, നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി തീരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപപ്രവർത്തികൾ അല്ലെങ്കിൽ അറിയായ്മകൾ ഇതൊന്നും ഇനി വരാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ബുദ്ധിയോടെ ജീവിക്കണം. ദാവീദ് പറയാണ്, സങ്കീർത്തനം
39:1 പറയുന്ന എന്താണ് പറയുന്നത്? ഞാൻ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പ എന്നെ സൂക്ഷിക്കും. അപ്പൊ നാവാണ് ഈ ശരീരത്തിന്റെ എല്ലാ ദോഷത്തിനും കാരണം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ സഭാപ്രസംഗി 5-ാം അധ്യായം 5-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്: ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. ദേവാലയത്തിൽ നമ്മൾ എന്തിനാ പോകുന്നത്? ആരാധിക്കാനാ പോകുന്നത്. പോകുമ്പോ നമ്മൾ സൂക്ഷിക്കണം, കാൽ സൂക്ഷിക്കണം. കാൽ സൂക്ഷിക്കാം. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്. എന്നിട്ട് പറയണം, പരിജ്ഞാനം ഇല്ലായികയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അപ്പം ഈ യാഗത്തിന്, ദേവാലയത്തിൽ യാഗം കഴിക്കാൻ പോകുന്നെന്ന് പേരാണെങ്കിലും നിന്റെ കാൽ പോകുന്ന വഴി ദോഷപ്രവർത്തികൾക്കായിട്ടാണ്. അതെങ്ങനെ ദോഷം? ദേവാലയത്തിൽ പോകുന്ന കാൽ ദോഷം ചെയ്യുന്നത്? അതിന് ഇയ്യോബ് മറുപടി പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ വചനത്തിൽ പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 31:7, എന്റെ കാലടി വിട്ടു മാറിയെങ്കിൽ, എന്റെ കാലടി വിട്ട് മാറിയെങ്കിൽ, എന്റെ ഹൃദയം എന്റെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എന്റെ കൈകളെ പറ്റിയെങ്കിൽ. അപ്പൊ എന്റെ കണ്ണ്, ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നു, എന്റെ കണ്ണ് പോകുന്ന വഴിയിൽ ചിലത് കാണുന്നു. ദൈവത്തിന് വിരോധമായത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചിലത് കാണുന്നു. കാണാതിരിക്കാൻ പറ്റുമോ? കണ്ണും അടച്ചോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. റോഡിൽ കൂടെ കണ്ണും അടച്ചോണ്ട് നടന്നാൽ വണ്ടി വന്നിടിക്കും, തീർന്നത്. അപ്പോ കാണും. പക്ഷെ അവിടെ ഇയ്യോബ് പറയുന്നത്, നിന്റെ കണ്ണ് കണ്ടതിന്റെ പുറകെ നിന്റെ ഹൃദയം പോകരുത്. കണ്ണ് കണ്ടു, മുന്നോട്ട് 2 സ്റ്റെപ്പ് വെച്ചു, പെട്ടെന്ന് ഹൃദയം പറയുകയാണ്, ഒന്നുകൂടെ നോക്കിയേക്കാം. ഒരു സിനിമ പോസ്റ്റർ കണ്ടു, കണ്ടതും കൊണ്ട് 2 സ്റ്റെപ്പ് നടന്ന് ഹൃദയം പറയുന്നു ഒന്നുകൂടെ നോക്കിയാ. തിരിഞ്ഞു നോക്കിയപ്പോൾ 3-ാമത് കാല് പറയുന്നു, എന്നാ പിന്നെ അങ്ങോട്ടൊന്ന് നോക്കിപ്പോയി ഒരു ടിക്കറ്റ് എടുത്തേക്കാം. അപ്പൊ കാലടിയും മാറി, കൈ കൊണ്ട് ടിക്കറ്റും എടുത്തു. വിശുദ്ധി ഒരു സമാപന ചടങ്ങുമായി അവിടെ. അപ്പോൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാലടി സൂക്ഷിക്കണം. നീ കടന്നു വരുന്ന പാതയിൽ പലതും നിന്റെ കണ്ണ് കണ്ടെന്ന് വരും. പക്ഷെ നിന്റെ ഹൃദയം അതിന് പുറകെ പോയാൽ നിന്റെ കാലടിയും തെറ്റും, നിന്റെ കൈകളിൽ കറയും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകരുത്. നിന്റെ ഹൃദയം, നീ എന്തിനു വേണ്ടി പോകുന്നു? ദേവാലയത്തിൽ ദൈവത്തിന് യാഗം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഉത്സവം ആചരിക്കാൻ പോകുന്നു, ദൈവത്തിന് ഞാൻ യാഗമായി തീരാൻ അല്ലെങ്കിൽ ആരാധന കഴിക്കാൻ പോകുന്നു. ആ ഒരു ഹൃദയത്തിന്റെ ആ ഉറപ്പോട് വേണം നാം നമ്മുടെ ജീവിതത്തിലായിരിക്കുവാൻ. അപ്പൊ ശരീരങ്ങളെ നാം യാഗമായി അർപ്പിക്കണം. ദാവീദിന്റെ ഭാഷയെ പറയുന്ന, നാവിനെ ഞാൻ സൂക്ഷിക്കും. എന്നിട്ട് അവിടെ തന്നെ സഭാപ്രസംഗിയിൽ പറയുന്നു, അതിവേഗത്തിൽ, 2-ാം വചനം, അതിവേഗത്തിൽ നീ ഒന്നും പറയരുത്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. നമ്മൾ അതേ ചെയ്യൂ. പെട്ടെന്നാണ് നമ്മുടെ, ഞാനൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. ഇപ്പൊ ഞാൻ ഇച്ചിരി സ്പീഡ് കുറച്ചിട്ടുണ്ട്. എടുത്ത് ചാടി ഞാൻ മറുപടി പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അടിയും കുത്തും കിട്ടി ഞാൻ കുറച്ച് എന്നെ തന്നെ ഒന്ന് സമാധാനമാക്കി കുറച്ച് നിന്ന് കേൾക്കും. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് 2-ാമത്തതിന് അതിന് പ്രതികരിച്ചിരിക്കും. ഇവിടെ പറയുന്നു, നിന്റെ അതിവേഗത്തിൽ നീ ഒന്നും പറയരുത്. ഇത് യാക്കോബ് അപ്പോസ്തലനും പറയുന്നുണ്ട്, കേൾക്കാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഭക്തന്മാർ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ?
നമ്മുടെ ശരീരം വിശുദ്ധിയുള്ളതായി സൂക്ഷിക്കുവാൻ, ബുദ്ധിയുള്ള ആരാധന നമ്മളിൽ നിന്ന് ഉയരുവാൻ, നമ്മൾ ശരീരത്തെ യാഗമായി അർപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിശുദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കൂ. ആ വിശുദ്ധിയിലെ ദൈവം പ്രസാദിക്കുകയും ആ വിശുദ്ധിയിൽ പറയുന്ന ഒരു സ്തോത്രത്തെയെ ദൈവം ഏറ്റെടുത്ത് നമ്മളിൽ പ്രസാദിക്കൂ. എന്നിട്ട് പറയുകയാണ്, ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. നമ്മുടെ ഹൃദയം ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു വാക്ക് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പറഞ്ഞോളാൻ വയ്യ. അപ്പൊ ഹൃദയത്തിന് കടിഞ്ഞാണിടുകയാണ് ഭക്തൻ. ഹൃദയം ബദ്ധപ്പെടരുത്. ഹൃദയം ഒന്ന് കടിഞ്ഞാണിട്ടാൽ നാക്ക് ഇച്ചിരി കൺട്രോൾ ആയിരിക്കും. പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ള ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ എഴുതിയത് കൊണ്ട് ഇവിടെ ബുദ്ധിയോടെ തന്റെ ഭാഷയിൽ എഴുതുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കണം. നിന്റെ ഹൃദയം ബദ്ധപ്പെട്ട് നിന്റെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെടരുത്. എന്നിട്ട് അവിടെ പറയുകയാണ്, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ചിലത് കാണുമ്പോ പറഞ്ഞു പോകും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ ദൈവാത്മാവ് പറയുന്നത് നീ ചുരുക്കമായിട്ട് പറഞ്ഞാൽ മതി, ബാക്കി കർത്താവ് ചെയ്തോളൂ. സ്തോത്രം. അവിടെ പറയുന്നു, നീ എന്ത് ചെയ്യണം? ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപെരുപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് എന്ന് പറഞ്ഞിട്ട് 6-ാമത്തെ വചനത്തിൽ പറയാണ്, നിന്റെ വായി നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അപ്പൊ ദേഹത്തിന് പാപകാരണമാകുന്ന ഏറ്റവും വലിയ ഒരു ഘടകമാണ് നാക്ക്. അപ്പൊ ആരാധന കഴിക്കാൻ പോകുമ്പോൾ ഇതിനെ ഒന്ന് നല്ലപോലെ വെട്ടി അറുത്ത് യാഗം കഴിച്ച് രക്തം എല്ലാം എടുത്ത് അവിടെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണം യാഗത്തിന് പോകാൻ, ആരാധനയ്ക്ക് പോകാൻ. സ്തോത്രം. നാക്ക് തെറ്റിയാൽ ദേഹം, ഈ ശരീരം പാപത്തിന് അടിമയാകും, പാപം ചെയ്യുകയാണ്. നമ്മൾ പറയും, ഒന്ന് അങ്ങ് പറഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര വലിയ കാര്യമാണ്, ചീത്തയൊന്നും അല്ലല്ലോ വിളിച്ചത്, നല്ല കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തതല്ലേ. പക്ഷേ പറഞ്ഞ നമുക്ക് എന്തായി? അത് ആ പറഞ്ഞ വിധം എല്ലാം കൂടെ ചേർന്നിട്ട് അത് നമ്മുടെ ദേഹത്തിന്, അത് പാപത്തിന് കാരണമായി തീർന്നു. നമ്മളൊരു കാര്യം അങ്ങോട്ട് നന്മയാണെന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ആ ദേഷ്യം കോപമാകും, ആ കോപം പിന്നെ അതിന്റെ അടുത്ത അവസ്ഥയിലേക്ക് പോകും, അത് പിന്നത്തേതിൽ അടിയായി ഇടിയായി വിടിയായി ബഹളമായി. അവസാനം നമ്മൾ പറയും, ഞാൻ നന്മയ്ക്കായിട്ടാണ് പറഞ്ഞത്, അത് ഇങ്ങനെ ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. മൊത്തത്തിൽ എന്തായി? നമ്മൾ അശുദ്ധമായി. മനസ്സിലായോ? അപ്പൊ നിന്റെ വായി നിന്റെ ദേഹത്തിന് പാപകാരം. അപ്പൊ ഈ റോമാലേഖനം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാവ് വിശുദ്ധിയുടെ ആയുധമായി, വിശുദ്ധിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതായി, ഇത് കാരണം നമ്മുടെ ശരീരത്തിന് ഒരു പാപം ഉണ്ടാകാതെ വണ്ണം, ഒരു അശുദ്ധമാകാതെ വണ്ണം നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ വാക്ക് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ചുരുക്കമായിരിക്കണം. അടുത്തത് അവിടെ പറയുന്നു, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധി പറയുകയായി. നമ്മൾ പറയുന്ന സാധാരണ അബദ്ധത്തിൽ വന്നുപോയി. ഞാൻ അങ്ങനെ പറയണമെന്നൊന്നും വിചാരിച്ചൊന്നുമല്ല രാവിലെ ആലയത്തിലോട്ട് വന്നു. പക്ഷെ അവിടെ കണ്ട ചില പ്രവൃത്തികൾ കണ്ടപ്പോ ഞാനങ്ങ് അറിയാതെ പറഞ്ഞു, അബദ്ധത്തിൽ പറഞ്ഞു. അങ്ങനെ പറയേണ്ടി ദൂതന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ പറയേണ്ടി വരുമെന്നാണ് പരിശുദ്ധാത്മാവിയുടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറഞ്ഞ് ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച്, നമ്മുടെ വാക്ക് നിമിത്തം
ദൈവം കോപിക്കും. കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നത് എന്തിന്? അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്താൽ നമ്മുടെ കൈയും നമ്മുടെ കാലും നമ്മുടെ ഹൃദയവും വിശുദ്ധിയോടിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടത്, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് യാഗമാക്കി വെട്ടി നുറുക്കി. പണ്ട് കാളകളെയും ആട്ടുകൊറ്റനെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണ്? ആദ്യം ഇങ്ങോട്ട് വന്ന് പുരോഹിതന്റെ കൈ കൊണ്ട് കൊടുക്കും. പുരോഹിതൻ കാളയുടെ തലയിൽ കൈവെക്കും. എന്നിട്ട് ഇതിനെ യാഗപീഠത്തിൽ വെച്ച് ഇതിന്റെ അറുക്കും. കഴുത്തറുത്ത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഖണ്ഡമായി വെട്ടി മുറുക്കും. അശുദ്ധമായ മേധസ്സിനെയും ഒക്കെ കൂടെ കൊണ്ടുവന്ന് ചുട്ട് കഴിക്കും. വിശുദ്ധമായതിനെയെല്ലാം പുരോഹിതന്മാർക്ക് തിന്നാൻ മാറ്റിവെക്കും. എന്നതുപോലെ നമ്മുടെ നാക്കിനെ എന്ത് ചെയ്യണം? കട്ട്. യാഗപീഠത്തിൽ വെച്ചങ്ങ് വെട്ടണം. വെട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ രക്തമൊക്കെ എടുത്ത് അവിടെയൊക്കെ തളിച്ചിട്ട് വേണം നമ്മൾ എവിടെ പോകാൻ? ദൈവത്തെ ആരാധിക്കാൻ. അങ്ങനല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? എന്നിട്ട് പറയാണ്, നീയോ ദൈവത്തെ ഭയപ്പെടുക. അപ്പോൾ വിശുദ്ധിയുള്ള ആരാധന, ജീവനുള്ള ഒരു ആരാധന നമ്മളുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നത് ഒരു ക്രിസ്തീയ ധർമ്മമായി പൗലോസ് അപ്പോസ്തലൻ ഈ 12-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നാം ആദ്യം യാഗം കഴിക്കേണ്ടത് നമ്മുടെ നാവിനെ. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നമുക്കറിയാം 3-ാം അധ്യായം നാക്കിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള ഒരു വചനമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അത്? 6-ാം വചനം, നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി. നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ നാക്ക് എന്താണ്? അനീതിയുടെ ലോകമായിട്ട് ദേഹത്തെ മുഴുവൻ മലിനമാക്കും. കണ്ടോ? കാലോ കയ്യോ ഹൃദയോ ഒന്നും അല്ല നമ്മളെ മലിനമാക്കുന്ന നമ്മുടെ നാക്കാണ്. ഇപ്പൊ ഈ 12-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമ്മളുടെ നാവ് നമ്മൾ ശുദ്ധീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം നാവിന് നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, സംസാര രീതികൾ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്ന അത് ദേഹത്തെ മുഴുവൻ മലിനമാക്കിയിട്ട് ജീവചക്രത്തിന് തീ കൊളുത്തും. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മള് ആരോ പറഞ്ഞതുപോലെ എന്തെന്ന്, വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളങ്ങ് എല്ലാം അങ്ങ് പറയും. പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയും, ഓ വേണ്ടായിരുന്നു, അത്രയും സംസാരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ മാനസാന്തരപ്പെട്ടോണ്ടിരിക്കുക ഈ വിഷയത്തിൽ. എന്നെ പറഞ്ഞ കുഴപ്പമില്ല, സത്യമുള്ള കാര്യം ഞാൻ പറയും. ജീവചക്രത്തിനത് തീ കൊളുത്തും. തീ കൊളുത്തിയിട്ട് എന്താ പറയുന്നത്? നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പോകുന്ന നരകത്തിലോട്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പെന്തക്കോസ്തുകാരനാണ് അങ്ങ് പോകുന്നത്. ഇല്ല, ഈ ഒരൊറ്റ അവയവം മതി നമ്മുടെ ഈ മാനസാന്തരവും രൂപാന്തരവും രക്ഷയും സ്നാനവും എല്ലാം തീർത്ത് നമ്മളെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകാൻ. അപ്പോൾ ഈ റോമാലേഖനം നാം പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു അവയവം, നാക്കെന്ന് പറയുന്ന അവയവത്തിൽ നമ്മൾ മാനസാന്തരപ്പെട്ടു തന്നെ ആകണം. ഭാര്യ ഭർത്താവിനോടായാലും, ഭർത്താവ് ഭാര്യയോടായാലും, മാതാപിതാക്കൾ മക്കളോടായാലും, മക്കൾ മാതാപിതാക്കളോടായാലും, അഭിഷിക്തനോട് ഒരു വിശ്വാസി എന്ന നിലയിലും, അഭിഷിക്തൻ തിരിച്ച് വിശ്വാസികളോടെന്നാലും, പരസ്പരം വിശ്വാസികൾ തമ്മിലായാലും എല്ലാവരോടും നാം സംസാരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ നമ്മളുടെ ബുദ്ധിമണ്ഡലത്തെയും നമ്മുടെ സംസാര ശൈലികളെയും
നാം വിശുദ്ധിയിൽ നടത്തി തന്നെ ആകണം. അപ്പോൾ നാക്ക് എന്ത് ചെയ്യുന്നതാണ്? ഒന്ന്, നമ്മുടെ ശരീരത്തെ മലിനമാക്കും. രണ്ട്, നമ്മുടെ ജീവചക്രത്തിന് തീ കത്തിക്കും. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ പറയുന്നത് എന്താണ്? ഓ, അവൻ ആഭിചാരം ചെയ്തതാണ്, ഇവള് മന്ത്രവാദം ചെയ്തതാണ്, അവിടെ അസൂയാണ് ഞങ്ങൾക്ക് ഈ വരുന്ന കഷ്ടം മൊത്തം. എന്നിട്ട് പ്രവാചകന്മാരെയും വെളിപ്പാടിലുള്ളവരെയൊക്കെ വിളിച്ചിരുത്തി പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഒന്ന് അണയ്ക്കാൻ. ആഭിചാരം മൂലം വന്നു, മന്ത്രവാദം മൂലം വന്നു, നേർച്ച കാഴ്ചകൾ കൊടുത്ത് വന്നു എന്ന്. അത് ഒന്നുമല്ല, നമ്മുടെ നാക്കുകൊണ്ടാണ് ഈ തീ കത്തുന്നതെന്ന് നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ ഈ തീ അണയും. ദൈവത്തോടൊന്ന് നമ്മൾ മാനസാന്തര കർത്താവെ പറഞ്ഞുപോയി, ക്ഷമിക്കണം, ഇനി അങ്ങനെ ഉണ്ടാവില്ല. പത്രോസിന്റെ ലേഖനത്തിലും പത്രോസിന്റെ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ 1:20 മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഈ കോപം വരുമ്പോഴാണല്ലോ നമുക്ക് നാക്കുകൊണ്ട് നമ്മളെല്ലാം വന്നോണ്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ കോപം ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാവ് എന്ത് ചെയ്യും? ശുദ്ധീകരിക്കപ്പെടും. ഈ കോപം നിമിത്തം ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ എന്നിടത്ത് നീതിയുണ്ട്, ഞാൻ നല്ല കാര്യമാണ് ചെയ്തത്, ഞാൻ നല്ല കാര്യമാണ് സംസാരിച്ചത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുന്നേറ്റ കോപത്താലാണ് ഞാൻ സംസാരിച്ചതെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന് അവിടെ നീതി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ കോപം, നമ്മുടെ ദേഷ്യം, ഇതൊക്കെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടകറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി. അയ്യോ, ഞാൻ കോപപ്പെട്ടാൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്നിൽ നീതി ഉണ്ടെങ്കിലും എന്നിൽ സത്യമുണ്ടെങ്കിലും ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ കോപപ്പെടരുത്. കോപപ്പെട്ടാൽ നമ്മുടെ നാക്ക് പാപം ചെയ്യും, നമ്മുടെ നാക്ക് സംസാരിക്കും, നമ്മൾ പറഞ്ഞു പോകും. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിയുടെ അവയവമായി നമ്മൾ സമർപ്പിക്കണം. അങ്ങനെ നാവിനെ സമർപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കണ്ണ് കാണുന്നിടത്തോട്ട് നമ്മുടെ ഹൃദയം പോകരുത്. ഹൃദയത്തിനെ നമ്മൾ പരിച്ഛേദന, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഹൃദയം പരിച്ഛേദന ചെയ്യണം. നിങ്ങളുടെ വസ്ത്രത്തെ അല്ല കീറേണ്ടിയത്. പഴയ നിയമത്തിൽ എന്ത് ചെയ്യും? അവര് വസ്ത്രം കീറി രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കും. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അനുദപിക്കണം. അപ്പൊ ഹൃദയം, കണ്ണ് പോകുന്ന പോക്കിൽ എന്ത് ചെയ്യരുത്? ഹൃദയം പോകരുത്. പോയാൽ നിന്റെ കാൽ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും, കാലടി തെറ്റും. പിന്നെ നിന്റെ കയ്യിൽ കറ വരും. പിന്നെ ആ കറയുള്ള കരം മലത്തിപ്പിടിച്ച് നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവത്തിന് നമുക്ക് മറുപടി തരാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ നീതി നമ്മളിൽ പ്രവർത്തികമാകുന്നില്ല. സ്തോത്രം. അടുത്തത് അവിടെ പൗലോസ് ഇനിയും പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. എന്താണ് പറയുന്നത്? പൗലോസിൻ്റെതായ അഭിപ്രായം 6:17 പറയുന്നത്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അപ്പൊ സുവിശേഷം സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിന് അല്ലെങ്കിൽ ഉപദേശത്തിന് കീഴ്പ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഗലാത്യ സഭയെ ശാസിക്കുകയാണ്. ആ ശാസന തൻ്റെ ദേഹത്തെ വന്നിട്ട് മലിനമാക്കുമോ എന്നുള്ള ഒരു ഭയം പൗലോസ് അപ്പോസ്തലനുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ അഭിഷിക്തൻ എന്ത് ചെയ്തു? എല്ലാരെയും നല്ലതായിട്ട് ശാസിച്ചു, തക്ക സമയത്ത് ക്ലാസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. ആ ശാസന എന്തുകൊണ്ടാണ് ശാസിക്കുന്നത്? എല്ലാവരും ക്രിസ്തുവിൽ അത് വളരെ ക്രമമായും വളരെ നീതിയോടും സത്യസന്ധമായും അത് ക്ലാസ്സിന് ദൈവവചന പഠനത്തിനൊരു ബഹുമാനം കൊടുത്ത് നിങ്ങളായിരിക്കണം. നിങ്ങളെ ഒരു ക്രമത്തിൽ ആക്കാനാണ് പറയുന്നത്. പക്ഷേ ആ ശാസന ശാസിച്ച് തന്റെ അഭിഷിക്തനെ നമ്മൾ ഒന്ന് ചെന്ന് പേഴ്സണലായിട്ട് കാണുകയാണെങ്കിൽ
അഭിഷിക്തനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അഭിഷിക്തന് പറയാൻ സാധിക്കും, എന്റെ മനസ്സ് ശരിയല്ല. ശരിയല്ലേ അഭിഷിക്ത ഞാൻ പറയുന്നത്? ശാസിക്കുന്നതൊക്കെ ശാസിക്കും, പക്ഷേ അന്നൊരു ദിവസത്തേക്ക് തന്റെ ഹൃദയത്തിന് വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. പറഞ്ഞു പോയല്ലോ, ഇത്രയും വേണ്ടായിരുന്നല്ലോ. അത് ശരിയായി വരാൻ 2 ദിവസം എടുക്കും. പിന്നെ നിങ്ങളെയൊക്കെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് സന്തോഷമായിട്ട് സംസാരിച്ച് എല്ലാം കഴിയുമ്പോഴേ ആ മനസ്സിനൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. അപ്പൊ ശാസന വേണ്ടെന്ന് ചോദിച്ചാൽ ശാസന വേണം. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെയാണ് ചെയ്തത്, ശാസിക്കുകയാണ്. കൊരിന്ത്യ സഭയോട് ചോദിക്കുന്നത്, ഞാൻ ഇനി വരുമ്പോ വടിയും കൊണ്ട് വരണമെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വടിയും കൊണ്ട് ചൂരവടിയായിട്ട് പാസ്റ്റർ എല്ലാവരുടെയും വീട്ടിൽ വരുന്നോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. വടി കൊണ്ടുവന്ന അടി വീഴും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു വേദനയുണ്ട്. ആ വന്ന ദേഷ്യം, നിങ്ങളോട് വന്ന ആ ദേഷ്യം, ആ പറഞ്ഞുപോയ കാര്യങ്ങൾ, അത് തന്റെ ദേഹത്തെ മലിനപ്പെടുത്തുകയാണ്. അപ്പൊ അതിന് ഇടം വരുത്താതിരിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് സഭാപ്രസംഗിൽ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തെ ഭയപ്പെടുക. അഭിഷിക്തനെ ഭയപ്പെടുന്നത് അത് രണ്ടാമതാ കാര്യം. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ 6:45 റെഡിയാകും. 7 മണിക്ക് ഡിവൈസ് ഓപ്പൺ ചെയ്യും. ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ 1ാമത് അറ്റൻഡൻസ് വീഴും. ദൈവഭക്തൻ അവിടെ നിങ്ങളോട് ദേഷ്യപ്പെടേണ്ടതോ ഒരു ശാസിക്കേണ്ടതോ അവസരം നാം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ദൈവത്തെ ഭയപ്പെടണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. നിങ്ങളെ എന്ത് ചെയ്യാൻ? അവിടെയൊക്കെ ഗലാത്യരെ വിളിക്കുന്ന ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നാണ് വിളിക്കുന്നത്, മണ്ടന്മാരെ എന്നാണ് വിളിക്കുന്നത്. യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്, മൂടാന്ന് വിളിച്ചാൽ നീ എരിനരകത്തിന് യോഗ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അഭിഷിക്തനൊക്കെ എന്ത് ചെയ്യും? പൗലോസ് എന്ത് ചെയ്യും? നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. നാം നമ്മുടെ അഭിഷിക്തന്മാർക്ക് വേദന ഉണ്ടാക്കി വെക്കുന്നവരായിട്ടല്ല, അവരെ നമ്മൾ വിശുദ്ധിയിൽ നടത്തുന്നവരായി, അവരുടെ വിശുദ്ധി കൂടാൻ നമ്മുടെ ജീവിതം മാതൃകയുള്ളതാക്കി തീർക്കണം. ആമേൻ. എല്ലാവർക്കും ഒരു ആമേൻ പറയാമോ? ഞാൻ എൻ്റെ ശരീരത്തെ ചൂടടയാളം, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. യേശു അടിപെട്ടത്, തലയിൽ മുൾക്കിരീടം വെച്ചത്, കണ്ണ് തള്ളി പുറത്തു വന്നു, ശരീരത്തിൽ അനുഭവിച്ച എല്ലാ ഉപദ്രവങ്ങളും, ഞാടികൾ, ഞരമ്പുകൾ, അസ്ഥികൾ നുറുക്കപ്പെട്ടത്, ആ വേദനയെല്ലാം ചൂടടയാളമായിട്ട് പൗലോസ് അപ്പോസ്തലൻ വഹിക്കുകയാണത്രേ. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല, എൻ്റെ കയ്യിൽ കറ പിടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, എന്റെ കാലുകൾ ദൈവത്തിന്റെ വഴിയല്ലാത്തതിൽ പോകില്ല. ഇതാണ് ചൂടടയാളം. യേശു അനുഭവിച്ച വേദന ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അപ്പൊ പാപം ചെയ്യാൻ തോന്നത്തില്ല, അനുസരിക്കാതിരിക്കാൻ തോന്നുകയില്ല. മറ്റൊരിടത്തിൽ 1 കൊരിന്ത്യർ 9:27 പറയുന്നത്, 1 കൊരിന്ത്യർ 9 പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഞാൻ ഇരുന്നുകൊണ്ട് നാക്കിനെ പറ്റിയും കണ്ണിനെ പറ്റിയും കാലടിയെ പറ്റിയും ഒക്കെ പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ ക്ലാസ് എടുത്തിട്ട് നാളെ എന്നെ സിനിമാ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾ എന്താ വിചാരിക്കും? സ്തോത്രം. ഇന്നലെ മൊത്തം വായി കീറി ക്ലാസ് എടുത്തിട്ട് വേണ്ട ചെന്ന് നിൽക്കുന്നു.
കൊള്ളരുതാത്തവരായി തീരുക. പറയാൻ എളുപ്പമാ. അഭിഷിക്തനെ വേദനിപ്പിക്കരുത്, അഭിഷിക്തനെ പ്രയാസത്തിലാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ അഭിഷിക്തനെ പ്രയാസത്തിലാക്കിയാൽ ഞാൻ കൊള്ളരുതാത്തവളായി മാറുകയാ. അപ്പൊ ആ കൊള്ളരുതായ്മ എന്റെ അടുക്ക വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്താകണം? എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കണം. ഒരു വാക്ക് പറയുന്നതിന് മുൻപ് ചിന്തിക്കുക. ഹൃദയത്തിൽ പെട്ടെന്ന് പറയാൻ വരുന്ന കാര്യങ്ങൾക്ക് ഇച്ചിരി സാവധാനത കൊടുക്കുക. ദൈവഹിതമില്ലാത്ത വഴിയാണെങ്കിൽ അത് നിന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക. അപ്പൊ ഇച്ചിരി ഒരു ദണ്ഡനം വെക്കും. നമ്മളെ കുഞ്ഞുങ്ങളോട് അവര് വന്ന് ഒരിടത്ത് പോട്ടെ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ കൂടെ കളിക്കാൻ പോട്ടെ എന്ന് പറയുമ്പോൾ, നമ്മൾ പോകണ്ട എന്ന് പറയുമ്പോൾ അവരുടെ ആ കണ്ണുനീര് കണ്ടിട്ടില്ലേ? എന്താ അമ്മ അങ്ങനെ? മമ്മി എന്നെ ഒന്ന് വിട്. എന്റെ മോനൊക്കെ കൊച്ചിലെ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ അവൻ പറയും, ഓ എന്തൊരു സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് പറയും. അത് അവരെ നമ്മളെ ദണ്ഡിപ്പിക്കുകയാണ്. പോകരുതെന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു ദണ്ഡനമാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തുമ്പോൾ അത് നമുക്കൊരു ദണ്ഡനമായി മാറുകയാണ്, വലിയൊരു വേദനയായി മാറുകയാണ്. ആ വേദന നമ്മൾ വഹിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അത് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. നാവ് കൊണ്ട് പാപം ചെയ്യരുതെന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ മറ്റൊരു അവസരത്തിൽ എന്റെ നാവിൽ നിന്ന് ആകാത്ത സംഭാഷണങ്ങൾ കേൾക്കേണ്ടി നിങ്ങൾക്ക് വരുമ്പോൾ അവിടെ ദൈവനാമം ദുഷിക്കപ്പെടുകയാ. ഞാൻ കൊള്ളരുതാത്ത വ്യക്തിയായി മാറുകയാണ്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്നെ എന്ത് ചെയ്യണം? എന്റെ നാവിനെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. ആത്മാവിനെ അടിമനുഖത്തിലേക്ക് ഏൽപ്പിക്കണം. പരിശുദ്ധാത്മാവ് പറയാത്തതൊന്നും എന്റെ നാവിൽ നിന്ന് പുറപ്പെടരുതെന്നുള്ള വലിയൊരു ദണ്ഡനത്തിലേക്ക് എന്റെ അവയവങ്ങളെ ആക്കണം. ഇങ്ങനെ നാം ശരീരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിന് രൂപാന്തരം ഉണ്ടാകുമ്പോഴാണ് ഒരു വിശുദ്ധിയുള്ള യാഗം, ഒരു ജീവനുള്ള യാഗം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്. നമ്മൾ കയീന്റെയും ആബേലിന്റെയും യാഗത്തെ കുറിച്ച് പറയും. കയീൻ ആടിനെ കൊണ്ടുപോയി ജീവനുള്ള ആരാധന എന്ന് പറയുമ്പോൾ ദൈവദാസന്മാരെല്ലാം ഉദാഹരണം എടുത്ത് വെച്ച് പ്രസംഗിക്കുന്നത് കയീന്റെയും ആബേലിന്റെയും യാഗത്തെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി. അപ്പം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇതുപോലെ ആബേൽ എന്ത് ചെയ്തു? ജീവനുള്ള ആടിനെ, ജീവനുള്ളത് കൊണ്ടുവന്നത് കൊണ്ടാണ് ദൈവം പ്രസാദിച്ചത്. ആബേൽ കൃഷിഫലം കൊണ്ടുവന്ന് അത് ജീവനില്ലായിരുന്നു. കൃഷിഫലത്തിന് എങ്ങനെ ജീവനില്ലാതാകുന്നത്? സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് LKG മുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും കൊണ്ടുവന്നത് ജീവനുള്ളതൊക്കെ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നു, 1 യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കായിന്റെ ഹൃദയം ദോഷമുള്ളതായിരുന്നു. 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനത്തിൽ പറയുന്നത്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതിയായത് എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയുള്ളതുമാകൊണ്ടത്രേ. അപ്പോ അവൻ വളർന്നു വന്നപ്പോഴേ അവന്റെ ഹൃദയം ദോഷമുള്ളതായിരുന്നു. എന്നാൽ ആബേലിന്റെ ഹൃദയം നീതിയുള്ള ഹൃദയമായിരുന്നു. ഇത് തന്നെയാണ് ദൈവം നോക്കുന്നത്. അപ്പൊ ജീവനുള്ള ആരാധന എന്ന് പറയുമ്പോൾ ശരീരം വിശുദ്ധിയുള്ളതായിരിക്കുന്നത് പോലെ തന്നെ ഹൃദയം നീതിയുള്ളതായിരിക്കണം. ഹൃദയത്തിൽ ദോഷമുണ്ടാകരുത്. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേർപെട്ടത്, പ്രത്യേകമായി മാറ്റിവെച്ചത്. ദുഷ്ടത, പാപം, അശുദ്ധി ഇവയൊന്നുമില്ലാത്തതാണ് വിശുദ്ധി എന്ന് പറയുന്നത്.
ദൈവത്തോടുള്ള ഭയം പ്രധാനമായ ഒരു സ്വഭാവ ഗുണമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതാണ് നീതിയുള്ള ഹൃദയം എന്ന് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ ഈ അശുദ്ധങ്ങളൊക്കെ മാറിയിട്ട് ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതമായി നാം മാറുകയാണ്. അപ്പോൾ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങളിൽ നിന്ന് വരേണ്ട ആരാധന എന്ന് പറയുന്നത് അത് ജീവനുള്ളതായിരിക്കണം. 2, വിശുദ്ധിയുള്ളതായിരിക്കണം. അത് ശരീരത്തെ ദൈവസന്നിധി യാഗമായി അർപ്പിച്ചതായിരിക്കണം. അത് ഒരു ദിവസം മാത്രമല്ല, അനുദിനവും അതെങ്ങനെയായിരിക്കണം? മനസ്സ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഹൃദയം പുതുതാകുന്നതിനനുസരിച്ച് നമ്മുടെ നാവ് പുതുതാകും, നമ്മുടെ കൈകൾ പുതിതാകും, നമ്മുടെ കാലുകൾ പുതിതാകും. എപ്പോഴും നമ്മൾ പുതിയ ഒരു വിശുദ്ധിയിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കും. അതാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ആരാധനയ്ക്കകത്ത് ക്രമീകരിക്കപ്പെടണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പ്രബോധിപ്പിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ പൂർണ്ണമായ ഒരു പ്രസാദം നമ്മിൽ വരുന്നു. ദൈവത്തിന് നമ്മളോടങ്ങ് ഇഷ്ടം തോന്നുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിശുദ്ധിയിലേക്ക് വരുമ്പോ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന് അനുരൂപമാകണം. ദൈവത്തിന് അനുരൂപമാകണം. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആരാണ്? ക്രിസ്തുവിന്റെ മാതൃകാ പത്രങ്ങളാണ് നാം. ലോകം നമ്മളെ കാണുകയാണ്. ലോകം നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിന് മാതൃക, ക്രിസ്തുവിന്റെ സ്വഭാവം വേണം നമ്മളെ കാണാൻ. എന്തായിരുന്നു ക്രിസ്തുവിന്റെ സ്വഭാവം? പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാം അധ്യായം, 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. 21-ാം വചനം, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പൊ വിശ്വാസമാർഗത്തിൽ വന്ന് തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ കർത്താവ് ഒരു മാതൃക വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ആ മാതൃകയിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. എന്നാലേ ഈ തേജസ്സിന്റെ ധനം ലോകത്തിൽ വെളിപ്പെടുത്താൻ പറ്റൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു മാതൃക വെച്ചേക്കുവേ. എന്താണ് മാതൃക? അവൻ പാപം ചെയ്തിട്ടില്ല. അപ്പൊ നീതിക്ക് ദാസരായ നാം ഇനി പാപം ചെയ്യാൻ പാടില്ല. ഈ ലോകത്തിൽ ജീവിച്ചിട്ടാണ് നമുക്ക് ഈ മാതൃക കാണിച്ചിട്ട് പോയത്. നമ്മളപ്പുറത്ത് പറയാം, അബദ്ധവശാ പറഞ്ഞു പോയി. ഇതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ ഇവിടെ പറയുന്നത് മാതൃക ചെയ്ത് എന്താണ്? പാപം ചെയ്തിട്ടില്ല. അപ്പൊ പാപം ചെയ്യാത്ത മാതൃക ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ആ മാതൃക നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചേ പറ്റൂ. അതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല. ഞാനിത് പഠിപ്പിക്കുമ്പോ തന്നെ എന്റെ അകത്തൊരു ഭയം നേരിടുകയാണ്. ഞാനിത് പഠിപ്പിച്ചിട്ട് ഞാൻ പാപം ചെയ്താൽ പിശാചെന്നെ ചങ്ങലക്കിട്ട് കൊളുത്തിട്ട് പിടിച്ച് ഇപ്പുറത്ത് തൂക്കി വെക്കും. അപ്പൊ മാതൃക കാണിച്ച് ജീവിക്കുക. ഒന്ന് പാപം, ക്രിസ്തു മാതൃക കാണിച്ചെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെയാണ് മാതൃക കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ വചനം പഠിക്കുന്ന നാം എല്ലാവരും പാപം ചെയ്യാതെ തന്നെ മാതൃക കാണിക്കണം. 2ാമത് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. ആത്മീയ കോണത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വചന പഠനത്തിനായി നാം ആയിരിക്കുമ്പോൾ ഈ പഠനത്തിന് നിമിത്തം നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ മാതൃകൾ ഉള്ളവരായി മാറണം.